നമ്മുടെ ലിയാഖത്തലിൻ്റെ ഒരു വീഡിയോ കണ്ടു. കുറച്ച് പഴക്കമുള്ള വീഡിയോ ആണ്, എന്നാലും ഒന്ന് കാണാം എന്ന് മാത്രം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇതാണ്, ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ സുന്നി മുജാഹിദ് തർക്കം മുതൽ അങ്ങോട്ട് ലോകത്ത് ഇസ്ലാമിക സമൂഹങ്ങളിൽ പോലും മുസ്ലിങ്ങൾ പരസ്പരം പോരടിച്ചും കലഹിച്ചും യുദ്ധം ചെയ്തും പള്ളികളിൽ പോലും ബോംബ് വെച്ചും അഥവാ AP ഉസ്താദിൻ്റെ ഒരു പ്രസ്താവനയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൽ ഇസ്ലാമിൻ്റെ വിഭാഗങ്ങളെക്കുറിച്ചും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അവസാനം അയാൾ പറഞ്ഞു, ഈ മുസ്ലിങ്ങളിടയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം അത് ആ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിൻ്റെ കുഴപ്പമാണ് എന്നാണ്. ഓക്കെ, നമ്മൾ സമ്മതിച്ചു, ഇസ്ലാമിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിങ്ങളിടയിൽ പ്രശ്നമുണ്ടായത്, നമ്മൾ സമ്മതിക്കാട്ടോ. അപ്പോൾ എൻ്റെ ലിയാക്കത്തെ, നിങ്ങളൊരു സംഘടന തുടങ്ങിയെന്നല്ലോ 2-3 വർഷം മുമ്പ്. എന്താ അതിൻ്റെ പേര്? എക്സ് മുസ്ലിംസ് ഓഫ് കേരള. ഓ, എന്തോ ആഘോഷം. അന്താരാഷ്ട്ര ചാനലുകൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നു, കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം മതം വിട്ടവർക്കൊരു സംഘടന എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ആഘോഷമായി നടത്തിയ ഒരു സംഘടന. എന്താ അപ്പം അതിൻ്റെ അവസ്ഥ? അതൊന്ന് പറഞ്ഞുതരുമോ എൻ്റെ ലിയാക്കത്തെ? ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ സംഘടനയിലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങൾ അറിയുകയാണെങ്കിൽ ഇതിപ്പോൾ ഇസ്ലാം മതം വിട്ടവരെ സംരക്ഷിക്കാനുള്ള ഒരു പാർട്ടിയാണോ അല്ല ഓരോ അപകടത്തിൽപ്പെടുത്താനുള്ള പാർട്ടിയാണോ എന്നിങ്ങനെ വിചാരിച്ചു പോകും. നിങ്ങൾ അറിയണം ആ വിഷയങ്ങൾ. അത് പറയാൻ കൂടിയും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സംഘടനയിലെ ആദ്യ പിളർപ്പുണ്ടാകുന്നത് നമ്മുടെ അസ്കർ അലി ഹുദവി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ്. അയാൾ എന്തൊക്കെയോ പ്രസംഗിച്ചു, ആരിഫ് ഹുസൈൻ അയാളെ കൊണ്ടു നടന്നു. അപ്പോൾ ഇയാളെ കൊണ്ടു നടന്നപ്പോൾ ലിയാഖത്തലിനെ പോലത്തെ ഈ സംഘടനയുടെ ആളുകൾ എന്ത് ചെയ്തു? ഈ പറയുന്ന അസ്കർ അലിക്കെതിരെ ചില പോസ്റ്റുകളിട്ടു. അപ്പോൾ ആരിഫ് ഹുസൈൻ മതം വിട്ട അസ്കർ അലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്, അവനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവനെ എതിർത്ത് പോസ്റ്റ് ഇടുകയാണോ എന്നും പറഞ്ഞ് മൂപ്പരാൾ ഈ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ഇത് കണ്ട ജസ്ലാം ആടശ്ശേരി ഈ സംഘടനയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള മെമ്പറായിരുന്നു, ഞാൻ താൽക്കാലികമായി ആ സംഘടനയിൽ കയറിയതാണെന്നും പറഞ്ഞ് അവരും അതിൽ നിന്ന് പുറത്തുപോയി. അതിനുശേഷം വീണ്ടും ആ സംഘടനയിൽ ആകെ പ്രശ്നങ്ങളും കാര്യങ്ങളും. ഈ സംഘടന എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ ആൾക്കാരുണ്ടെന്ന്. ഇല്ല, ക്ലബ് ഹൗസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരുപാട് എക്സ് മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുകയും അവരൊക്കെ സപ്പോർട്ട് മൂലമാണ് ഈ സംഘടന രൂപീകരിക്കപ്പെടുന്നത്. ഇതിൻ്റെ മെമ്പർമാരായി കുറച്ച് പേരും അതിനന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളും ഒക്കെപ്പാടിയും കൂടിയും ഒരു 30 ആൾക്കാരൊക്കെ കൂട്ടുക. ഇവരെ അടിയിൽ തന്നെ ആണ്ടും ഇങ്ങോട്ടും മടിയും പിടിയും കേസും കുത്തും. ഈ സംഘടനയിലെ മറ്റൊരു പ്രശ്നം, ലിയാഖത്തലിയുടെ അടുത്ത സുഹൃത്തായ ഒരു സുഹൃത്തിൻ്റെ, അയാളും ഒരു എക്സ് മുസ്ലിമാണ്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഇവരെ സംഘടനയിലെ മെമ്പർമാരും ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന എക്സ് മുസ്ലിങ്ങളൊക്കെ പാടിയും കൂടിയിട്ട് വീടിൻ്റെ കുടിയിരിക്കലിന് പോകുന്നു. അവിടെ അവരൊരുമിച്ച് കൂടുന്നു, ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു സ്ത്രീ, ആ സ്ത്രീ മതം വിട്ടതിൻ്റെ പേരിൽ ആകെ പ്രയാസം അനുഭവിച്ച് ആകെ ബുദ്ധിമുട്ടി സ്വന്തമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയെ ലിയാഖത്തലിയുടെ സംഘടനയുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ മോശമായി പെരുമാറുന്നു. ഈ മോശമായി പെരുമാറിയ ഈ വ്യക്തിയെ സംരക്ഷിക്കുകയാണ് ലിയാഖത്തലി ചെയ്തത് എന്നതാണ് ആരോപണം. മതം വിട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടന അവരുടെ ഒരു മീറ്റപ്പ് നടത്തുന്ന സമയത്ത് അതിന്റെ എക്സിക്യൂട്ടീവിൽ പെട്ട ഒരുത്തൻ തന്നെ ഇമ്മാതിരി തോന്നിയാസം കാണിക്കുക, എന്നിട്ട് പ്രസിഡന്റും സെക്രട്ടറിയും ആ സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അവന്റെ കൂടെ നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിന് പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് കാണാൻ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു ഗ്രൂപ്പിൽ ഒരു എക്സ് മുസ്ലിം ലിയാഖത്തലിയെ ചോദ്യം ചെയ്തു. മതം വിട്ടവരെ സംരക്ഷിക്കാൻ, അതും ഇസ്ലാം മതം വിട്ടവരെ സംരക്ഷിക്കാനെന്നും പറഞ്ഞ് തുടങ്ങിയ സംഘടനയുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ഇതുപോലത്തെ ഒരു പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ അവനിക്കെതിരെ നടപടിയെടുക്കാതിരുന്ന നമുക്ക് മദ്രസ പീഡനം ചർച്ച ചെയ്യാൻ എന്ത് ധാർമ്മികമായ അവകാശമുണ്ടെന്ന് വരെ ചോദിച്ചത്രേ. ചോദ്യം ചെയ്യുന്നത് മൻസൂർ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണത്. മൻസൂർ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഷെറിന വോയിസ് ഇട്ടതെന്നും പോലും തടയൊക്കെ തോന്നുന്നത്. ഞാൻ പറയണത് ശരിയാണെങ്കിൽ ചിലപ്പോൾ സീക്വൻസിൽ അങ്ങോട്ടും മാറ്റുണ്ടോന്ന് എനിക്കറിയില്ല. മൻസൂർ അല്ലെ, ഷെറിന്റെ വോയിസ് വന്നത് അതിന് ശേഷമല്ലേ അതോ മുമ്പാണോ? ഞാൻ പ്രതികരിച്ചതിന് ശേഷമാണ് ഷെറിനൊക്കെ
അതിനുശേഷം വളരെ ശക്തിയായിട്ട് ഷെറിൻ പ്രതികരിക്കുന്നുണ്ട്. ഭയങ്കര സ്ട്രോങ് ഹാഷ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ലിയാഖത്തിനെതിരെ അവിടെ പ്രതികരിക്കുന്നുണ്ട്. മൻസൂർ അത്ര സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ചിട്ടില്ല, പക്ഷെ സ്ട്രോങ് തന്നെയായിരുന്നു. കാര്യം എന്താണ് നമുക്ക് അവിടെ മൻസൂർ ഒരു കളക്റ്റീവ് ഓണർഷിപ്പ് എടുത്തിട്ടാണ് സംസാരിച്ചത്. എന്താണ് നമുക്ക് പിന്നെ ഈ മദ്രസ പീഡനങ്ങളുടെ ഇത് ചർച്ച ചെയ്യാനുള്ള ധാർമ്മിക അവകാശമുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടാണ് മൻസൂർ തുടങ്ങിയത്. ഇത് കേട്ടപ്പോൾ ലിയാഖത്തലി പറഞ്ഞത്രേ, ഇതെന്റെ പ്രസ്ഥാനത്തെ തകർക്കാൻ നിൽക്കുകയാണെന്നും പറഞ്ഞ് ആ ഗ്രൂപ്പിന് ലെഫ്റ്റ് അടിച്ചു പോയി. അങ്ങനെ അതിനോടുള്ള പ്രതികരണമായിട്ട് ഇത് എന്നെയും എന്റെ പ്രസ്ഥാനത്തെയും തകർക്കാനുള്ള നാറിയ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ലിയാഖത്തലി ചെയ്യണത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അങ്ങനെ ലിയാഖത്തലിയെ ഒരു വിഭാഗം നിരന്തരം അറ്റാക്ക് ചെയ്യുന്നു. ലിയാഖത്തലിക്ക് കിതാബ് പറഞ്ഞു കൊടുത്തിരുന്ന, ലിയാഖത്തലിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി ലിയാഖത്തലിയെ ഈ പ്രശ്നവും പറഞ്ഞുകൊണ്ട് നിരന്തരം അറ്റാക്ക് ചെയ്ത് അവസാനം ലിയാഖത്തലി സഹിക്കാൻ കഴിയാതെ ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ ലിയാഖത്തലി വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോയിൽ ലിയാഖത്തലി പറയുന്നു, ഇയാൾ എൻ്റെ ഭാര്യയെയും എന്നെയും തെറ്റിക്കാൻ നോക്കി. സുബ്ഹാനല്ലാഹ്. ഓട്ടോയുടെ ഈ കാര്യം ഞാനിപ്പോൾ പരസ്യമായിട്ട് പുറത്തുവിടുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിട്ട് ഏകദേശം എത്ര ദിവസമായി? 8 ദിവസം 9 ദിവസമായി. ലൈവ് ഷെഡ്യൂൾ ചെയ്തിട്ട് 4 ദിവസമായി. അതിന് മുൻപത്തെ 1 വർഷം ഓട്ടോ ഇതുപോലെയുള്ള കൂട്ടായ്മകൾക്കിടയിൽ ചിദ്രതയുണ്ടാക്കാൻ, ബന്ധം തകർക്കാൻ, എന്നെയും എൻ്റെ വൈഫിനെ കൂടി തെറ്റിക്കാനുള്ള വൃത്തികെട്ട ശ്രമം പോലും ഓട്ടോ നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോ ഇയാളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടു. അവസാനം ഈ പറഞ്ഞ വ്യക്തി കേസ് കൊടുക്കുന്നു. കേസ് കൊടുത്തതിൻ്റെ പേരിൽ ലിയാഖത്തലി ആ വീഡിയോ മുക്കുന്നു. അപ്പുറത്ത് വേറെ രസെന്താ? ഈ മോശമായി പെരുമാറപ്പെട്ടു എന്ന് പറയുന്ന ഈ പെൺകുട്ടി, നിങ്ങൾ ലിയാഖത്തലിനെ അടിക്കാൻ വേണ്ടി എന്നെ ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ലിയാഖത്തലിക്കെതിരെ ഈ വിഷയവുമായി ആരോപണമുയർത്തിയ വ്യക്തിക്കെതിരെ ഈ പറഞ്ഞ പെൺകുട്ടി കേസ് കൊടുക്കുന്നു. ഇതൊക്കെ എക്സ് മുസ്ലിമാട്ടോ, ഒന്നും മുസ്ലിങ്ങളില്ല, ഒക്കെ എക്സാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവസാനം ആ പെൺകുട്ടി എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള തൻ്റെ സുഹൃത്തുക്കളോട് പറയാണ്, എന്താ പറയുന്നതെന്ന് അറിയോ നിങ്ങൾ? എനിക്ക് ജീവിക്കണമെന്ന്. അതിന് അവര് പെട്ടെന്ന് അവര് എടുക്കും. അതുപോലെയല്ല ഒരു ഫേക്ക് ഐഡി പറയുമ്പോ, ഒരു ഫേക്ക് ഐഡി കമന്റ് ഇടുമ്പോ നമുക്ക് വേണമെങ്കിൽ അത് ഇസ്ലാമിസ്റ്റുകൾ ഇടുന്നതാണ് എന്ന് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ പറ്റും. അതുപോലെയല്ല നിങ്ങൾ ഓരോരുത്തരും പറയുമ്പോ, ഇതെന്താ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ വിഷയം എടുത്തിടരുത്. അതെനിക്ക് അവനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകള് എനിക്ക് അതുകൊണ്ടല്ല, എനിക്ക് ജീവിക്കണോ കേട്ടോ എന്റെ സിറ്റുവേഷൻ. അതെനിക്ക് അവനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകള് എനിക്ക് അതുകൊണ്ടല്ല, എനിക്ക് ജീവിക്കണോ കേട്ടോ എന്റെ സിറ്റുവേഷൻ, അങ്ങനെ ജീവിക്കണം ഇതാണ്. അപ്പൊ എന്റെ സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ആ സമയത്ത് ലിയാഖത്തിനെ അടിക്കണം എന്നുള്ളത് മാത്രമാണ്. മതം വിട്ടതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എനിക്ക് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞ ആൾക്കാരൊപ്പം കൂടിയിട്ട് അവസാനം അവരോട് പറയാണ് ഈ പെൺകുട്ടി, എനിക്ക് ജീവിക്കണം, എന്നെ വെറുതെ വിടൂ. 25,000 രൂപ തിരിച്ചു തന്നു. എവിടെ? എന്നിട്ട് അവസാനം ഞാൻ ബാർ കൗൺസിലിങ്ങിന്റെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ കേസ് ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ കേസ് കൊടുത്തോന്നാലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ അനിൽകുമാർ ഇല്ലേ, ബാർ കൗൺസിൽ പ്രസിഡന്റോ അങ്ങനെ വിളിച്ച് അയാളെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ച്. അപ്പം അയാൾക്കും കൂടുതലൊന്നും ചെയ്യാനില്ല. കാരണം ഞാൻ ഇയാളെടുത്ത് കേസ് എടുക്കാൻ വേണ്ടി പറയുമ്പോ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് അന്ന് ജോലിയില്ല, ഞാൻ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ മതം വിട്ടതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന സാഹചര്യമാണ്. ഞാനൊരു ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയമാണ്, ഒരു കുട്ടിയെ നോക്കാനുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഇയാൾ അഫോർഡബിൾ അല്ല എന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് കമ്പനി ഉണ്ടായിരുന്നത് ഈ ഷഫീഖുമായിട്ടും സഫീനായിട്ടായിരുന്നു. കാരണം പരിചയപ്പെട്ട ക്ലബ് ഹൗസ് തന്നെയാണ്. ഇവര് ജസ്റ്റ് സംസാരിച്ച് പരിചയപ്പെടുമ്പോഴേക്കും കേസ് നടത്തി തരാന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പൊ ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന കുഴപ്പമില്ല, കേസ് നടത്താം. ഞാൻ ഉള്ളത് ഇപ്പം അതുവരെ വർക്ക് ചെയ്തിട്ടും ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് കുറച്ചൊരു സേവിങ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തിട്ട് എങ്ങനെയോ കേസ് നടത്താന്ന് വിചാരിച്ചു. എന്നിട്ട് ഒന്നും ഉണ്ടായില്ല, ആ പൈസ പോയി എന്ന് മാത്രം. അയാൾ പൈസ തിരിച്ചൊന്നും തരാൻ പറ്റില്ല. കാരണം ഓരോ വക്കീലിനും ഓരോ ഫീസ് ഉണ്ട് എന്നുള്ള ഇതാണ്. അയാൾക്ക് ആ രീതിയിൽ വാദിക്കാം. പക്ഷെ ഞാൻ അയാളടുത്ത് അന്നേ പറയുന്നുണ്ട്, ഇയാൾ കേസെടുക്കാൻ വരുന്ന സമയത്തേ പറയണ്ടേ എന്റെ അടുത്ത് പൈസ ഇല്ല എന്ന്. എന്നിട്ടും അപ്പൊ അയാൾ പറയാണ് പൈസ തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എടുത്ത കേസാണ്. പിന്നെ ഇവരുടെ പരിപാടി എന്താണെന്നറിയോ? എന്നാ ഓക്കെ, നീ പൈസ തരണ്ട, നമുക്ക് ബാക്കിയുള്ളവരോട് പിരിവിനിറങ്ങാന്ന്. എന്റെ കേസിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരോട് ഇറക്കാൻ പോകണം അത്ര. ഞാൻ പറഞ്ഞു, അങ്ങനത്തെ പരിപാടി എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ മാറ്റിയിട്ട് വേറെ വക്കീലിനെ ഒക്കെ ചെയ്തത്. ഒന്നാലോചിച്ചു,
ഒരു പെൺകുട്ടി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇതേപോലെ അനുഭവം നേരിട്ട് മതം വിട്ട് വരിക, ആരോടും ചോദിക്കാനില്ല, എവിടെ സമീപിക്കും എന്നുള്ളത് അറിയില്ല, സ്വന്തമായിട്ടൊരു ജോലി ഇല്ല, ഉണ്ടായിരുന്ന ജോലിയും ഇവന്മാരുടെ പ്രശ്നം കാരണം മതം പിന്നെ ഇയാളുടെ പിന്നെ പ്രശ്നം കാരണം അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. എന്നിട്ട് ഹോസ്റ്റലിൽ നിൽക്കുക, ഒരു കുട്ടീനെ പഠിപ്പിക്കാനുണ്ട്, നോക്കാനുണ്ട്, പിന്നെ എപ്പോഴെങ്കിലും ഒരു ഫ്രീലാൻസ് ജോബ് കിട്ടും, ആ ജോബിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഇത് മാത്രം കയ്യിലുണ്ടാവും. അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടീനെ സമീപിച്ചിട്ട് അത് അങ്ങോട്ട് സമീപിക്കുകയാണ് ചെയ്യണത്. കേസ് കൊടുക്കാൻ നമുക്ക്, കേസ് നമ്മൾ നടത്തി തരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സമീപിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന സേവിങ്സ് മൊത്തം അടിച്ചുകൊണ്ട് പോവുക. ഇത് എന്ത് മനസ്സാണ് ഇതൊക്കെ ഒന്ന് ആലോചിച്ച്. എന്നിട്ട് പിന്നെ അതും എത്രയും മുന്നേ 2021 സെപ്റ്റംബറിൽ പൈസ ആദ്യമേ അങ്ങ് വാങ്ങി വെച്ചിട്ട് പിന്നെ എന്റെ അടുത്ത് തന്നെ പൈസ ഇല്ല, എന്നോട് പൈസ കയ്യിലാന്ന് പറയുമ്പോ നമുക്ക് പിരിവിടാന്ന് പറയാം. എന്നിട്ട് കേസ് ഫയൽ ചെയ്യാതിരിക്കുക, തിരിച്ച് ചോദിക്കണ സമയത്ത് എന്നാ താൻ പോയി കേസ് കൊടുന്നുള്ള ശൈലിയിൽ സംസാരിക്കുക. എന്നിട്ട് പിന്നെ ബാർ കൗൺസിൽ ചെയർമാൻ അനിൽകുമാറിനോട് പരാതി പറയേണ്ടി വരിക. ഇതൊക്കെ മതം വിട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നിട്ട് ആളുകൾ ചെയ്ത പണിയാണ്. അപ്പൊ ലിയാഖത്ത് അലി പറയാണ് അതിൽ എനിക്ക് ബന്ധമില്ല, അത് അവൻ വാങ്ങിയതാണ്. എന്നാ അവൻ വാങ്ങിയത് ആരുടെ പേരിലാണ്? NRC എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കീഴിൽ. പൈസ ചോദിക്കാനുണ്ടായത് വക്കീല് മാത്രമാണോ, അതോ വക്കീലും ഷെഫീഖും ഉണ്ടായിരുന്നോ, അതോ സഫിയും കൂടെ ഉണ്ടായിരുന്നോ? ആരൊക്കെ ചേർന്നിട്ടാണ് ഫാത്തിമാനോട് പൈസ ചോദിച്ചത്? ഇവര് 3 ആളും വിളിച്ചിട്ടുണ്ട്. ആദ്യം ഇയാള് വിളിക്കും, അഡ്വക്കേറ്റ് ബില്ല് പറയും, എന്നിട്ട് പിന്നെ ഷഫീഖ് വിളിക്കും, സഫിയ വിളിക്കും. എന്നിട്ട് ഞാൻ ഇയാളുടെ അടുത്ത് എന്റെ അടുത്ത് ഇങ്ങനെ പൈസ വാങ്ങുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന രീതിയിൽ ഞാൻ പിന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് NRCയിലോ ഏതോ സംഘടനന്റെ അതില് അക്കൗണ്ടിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണ് അത്ര എന്റെ അടുത്ത് പൈസ വാങ്ങിച്ചത്, അങ്ങനെയും പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഇവര് പറയുന്നത് NRCയിലോ ഏതോ സംഘടനന്റെ അതില് ഈ സംഘടന തുടങ്ങിയതാരാ? നമ്മുടെ ആരിഫ് ഹുസൈൻ തുടങ്ങിയ സംഘടനയുടെ ട്രഷററാണ് ഈ പറയുന്ന എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള ആള്. ഈ പെണ്ണിൽ നിന്ന് പണം വാങ്ങിയിട്ട് അവർ കൊണ്ടുപോയി മുണുങ്ങി. ഇതിന് ആരിഫ് ഹുസൈൻ ഉത്തരം പറയണ്ടേ? മതം വിട്ട പെണ്ണുങ്ങളെ സംരക്ഷിക്കും, മതം വിട്ടവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ മറ്റൊരു സംഘടനയാണ് NRC. എന്നിട്ട് പാവം പിടിച്ച ഒരു എക്സ് മുസ്ലിം ആയിട്ടുള്ള പെണ്ണിൽ നിന്ന് പണവും വാങ്ങിയിട്ട് ഈ ആരിഫ് ഹുസൈൻ അടക്കമുള്ള ആളുകൾ മുണുങ്ങി. നിങ്ങൾ ചിന്തിക്കണം ഇവർ നടത്തുന്ന ചതികൾ. പിന്നെ ലിയാഖത്ത് ചെയ്ത ചതികൾ എന്താ? ഒപ്പം നടന്നിരുന്ന ആൾക്കാർ തന്നെ പറയട്ടെ. കുറ്റക്കാരൻ നമ്പർ 1 ലിയാഖത്ത് അലി ചെയ്ത കുറ്റങ്ങൾ, മുസ്ലിങ്ങൾക്ക് ഓഫീസ് ഉണ്ടാക്കാനെന്നും പറഞ്ഞ് പണപ്പിരിവ് നടത്തി. എന്നിട്ട് ഓഫീസ് എവിടെ? ആ പണം എവിടെ പോയി? ഓഫീസ് എവിടെ? ചെയ്ത ഉപകാരം എന്ത്? സമൂഹത്തിന് ചെയ്ത ഉപകാരം എന്ത്? തലോടിനോട് ഞാൻ ഇടയിൽ കയറരുത്. എന്നിട്ട് ഓഫീസ് എവിടെ, പണം എവിടെ? ആ പണം ഉപയോഗിച്ച് സമൂഹത്തിന് ചെയ്ത ഗുണം എന്ത്? സ്വന്തം ചാനലും പ്രൊഫൈലും വളർത്തി എന്നുള്ളതല്ലാതെ എന്ത് ഗുണമാണ് സമൂഹത്തിന് തിരിച്ചു ചെയ്തത്? ചോദ്യം നമ്പർ 1. പിന്നെ ലിയാഖത്ത് ചെയ്ത അടുത്ത കുറ്റം ഒറ്റ്. അതായത് പിന്നെ തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചോദിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ താൻ ചെയ്ത പോക്കിത്തരങ്ങൾ ചോദിച്ചതിന്റെ പേരിൽ മതം വിട്ട് പുറത്തു വന്ന് ഇതേപോലെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആളുകളെ ഒറ്റ, അവരുടെ ID ഫേക്ക് ID ഇതാണ്, ഒറിജിനൽ ID ഇതാണെന്നും പറഞ്ഞിട്ട് ഇസ്ലാമിസ്റ്റുകൾക്ക് എറിഞ്ഞു കൊടുക്കുക. പിന്നെ അടുത്തത് ചതി ഒറ്റ്, അഷ്കറിയുടെ കേസിൽ. പിന്നെ വേറൊന്ന്, സ്വന്തം സുഹൃത്ത് ഒരു സ്ത്രീക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തിയപ്പം അയാളുടെ കൂടെ നിൽക്കുക, അയാളുടെ സംരക്ഷിക്കണം നിലപാടെടുത്തു. ഇതാണ് 3 കുറ്റങ്ങൾ. ഈ സാധനം 2-3 ദിവസമായിട്ട് ഇവിടെ ക്ലബ് ഹൗസിലിട്ട് അലക്കാണ് ഇസ്ലാമിസ്റ്റുകൾ. ഈ പറഞ്ഞ സാധനം, മറ്റേത് ഒരൊറ്റ സാധനം ലിയാഖത്ത് മാത്രമേ ഏറെ പോകുള്ളായിരുന്നു. ഇത് കൂടെ ഇരിക്കുന്ന എല്ലാരും ഈ പ്രശ്നത്തില് പിന്നെ എന്തൊക്കെയോ ഗൂഢാലോചന, എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരു മൊത്തത്തിൽ ഈ സംഘം മൊത്തം പ്രശ്നമുള്ള സാധനമായിട്ട് ഇത് മൊത്തം മാറിയത് അതാണ്. മറ്റേത് അയാൾ മാത്രമേ ഏറെ പോകുള്ളൂ. ചുരുക്കി പറഞ്ഞ എൻ്റെ ലിയാഖത്തെ, ഈ സംഘടനയും ആ സംഘടനയുമായി ബന്ധപ്പെട്ട ആൾക്കാർ തമ്മിലുള്ള പ്രശ്നം അപ്പം ഞങ്ങളോട് പറഞ്ഞത്. അന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ ചിലപ്പോൾ പറയും അവരൊന്നും എൻ്റെ സംഘടന മെമ്പറല്ല എന്ന്. പക്ഷെ അന്ന് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അന്ന് നിങ്ങളും അവരൊക്കെ പാടിയും കൂടിയിട്ടാണ് റൂമിലൊപ്പം ഇരുന്ന്, ക്ലബ് ഹൗസിൽ റൂമിലൊപ്പം ഇരുന്ന് ഇസ്ലാമിനെ വിമർശിച്ചത്. ഈ 10-25 ആൾക്കാർ തമ്മിൽ ഇസ്ലാം മതം വിട്ടവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഒരു സംഘടന തുടങ്ങിയിട്ട് തല്ലിപ്പിരിഞ്ഞ് അതിൽ ഇസ്ലാം മതം വിട്ടുവന്ന പാവപ്പെട്ട പെണ്ണുങ്ങളെ പിടിച്ച് അവരെ പ്രയാസപ്പെടുത്തി അവരവസാനം എന്നെ വെറുതെ വിടുന്ന് പറഞ്ഞ് കരയേണ്ട ഗതിയിലേക്ക് പോയില്ല ലിയാഖത്തെ നിന്റെ. എന്നിട്ട് നീയാണ് ഇസ്ലാമിൽ വിഭാഗീയത ഉണ്ട്, അതിൻ്റെ അടിസ്ഥാന കാരണം ഇസ്ലാമാണെന്നൊക്കെ പറഞ്ഞ് വരാൻ നിൽക്കുന്നില്ലേ? അപ്പോൾ ഞാനിതുവരെ ഇട്ട വോയിസുകളും കാര്യങ്ങളൊക്കെ ഓപ്പണായി പബ്ലിക്കായി അവർ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്.
രഹസ്യമായ ഒരു ചാറ്റും ഒരു വോയിസും ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല. ക്ലബ് ഹൗസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അവരിട്ട പബ്ലിക് റൂമിൽ അവർ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്രകാരം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ലിയാഖത്തലിക്കെതിരെ നിൽക്കുന്ന ആളുകളും പരസ്പരം നിരന്തരമായി മാസങ്ങളായിട്ട് അവർ ഫേസ്ബുക്കിലൂടെ തന്നെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടീം ലിയാഖത്ത് ഇവർക്ക് മറുപടി കൊടുക്കും, അവരിങ്ങോട്ട് മറുപടി കൊടുക്കും, അങ്ങനെ നിരന്തരമായി മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ഇതാണ് ഇവരവസ്ഥ. മതം വിട്ടവരെ, ഇസ്ലാം മതം വിട്ടവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഈ സംഘടന ഇന്ന് പൊട്ടിപ്പാളിസായിട്ടുണ്ട്. അന്ന് ആ സംഘടന തുടങ്ങിയപ്പോൾ സാധാരണ ആൾക്കാരുടെ ഇടയിൽ വരെ അതിൻ്റെ ന്യൂസ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അറിയാം ഇവരെ സംഘടന പൊട്ടിപ്പാളിസായി. അവസാനം ലിയാഖത്ത് പറയാ, ഈ സംഘടന സ്ഥാപിച്ച ആൾ പറയാ, ഞാനിപ്പോൾ ഒരു സംഘടനയിൽ മെമ്പറല്ല. യുക്തിവാദികളായ നിങ്ങളുടെ സംഘടന, താങ്കൾ ഒരു സംഘടനയുടെ മെമ്പർ അല്ലല്ലോ? അല്ല. പിന്നെ എക്സ് മുസ്ലിംസ് ഉള്ളത് എന്താണ്, സംഘടന അല്ലേ? എന്തൊക്കെ ചോദ്യങ്ങളാണ്? തീർത്തു തരാം. നീ ഒന്ന് മറുപടി പറയാൻ സമ്മതിക്കും. അല്ല, നീ മറുപടി പറയുന്നത് ഞാൻ ചോദിക്കുന്നതിന് നീ മറുപടി പറയുകയാണ് വേണ്ടത്. എക്സ് മുസ്ലിംസ് ഒരു സംഘടനയാണോ? അല്ലേ? എക്സ് മുസ്ലിം ഒരു സംഘടനയാണ്. അപ്പൊ പിന്നെ താങ്കൾ പറഞ്ഞു സംഘടനയിൽ മെമ്പർ അല്ലാന്ന്. ഞാൻ സംഘടനയുടെ മെമ്പർ അല്ല. എക്സ് മുസ്ലിംസിൽ താങ്കൾ അംഗമല്ല? അല്ല. എക്സ് മുസ്ലിംസിൽ ആരൊക്കെയാണ് അംഗങ്ങള്? അതൊന്ന് പറഞ്ഞേ. അതെന്തിനാ നിനക്കറിയുന്നത്? എക്സ് മുസ്ലിംസിൽ അംഗമല്ല? അല്ല. അല്ല. ഒരു സംഘടനയിലും അംഗമല്ല? അല്ല, ഒരു യുക്തിവാദി സംഘടനയിലും അംഗമല്ല? നിലവിൽ ഒരു യുക്തിവാദി സംഘടനയിലും അംഗമല്ല? അല്ല. യുക്തിവാദി സംഘടനകളെല്ലാം തെറ്റുമാണ്. മനസ്സിലായില്ല.